പക്ഷെ ഗ്രാമപഞ്ചായത്തുകളിൽ UDF മുന്നേറുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ ഒരു 29 ഇടത്ത് UDF മുന്നേറുന്നു, 24 ഇടത്ത് LDF മുന്നേറുന്നു ഗ്രാമപഞ്ചായത്തുകളിൽ എന്നുള്ളതാണ് പൊതു ചിത്രം. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കണ്ടോ, 29, 26 അതൊരു ചെറിയ വ്യത്യാസമാണ് അല്ലെ, പ്രത്യേകമായിട്ട് ഈ ഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. തുടക്കമാണ്, ഒന്നും ആയിട്ടില്ല, പക്ഷേ എങ്കിലും UDF ഗ്രാമപഞ്ചായത്തുകളിൽ മുന്നിട്ട് നിൽക്കുന്നു ഈ ഘട്ടത്തിൽ എന്നത് ഈ സമയത്തെ പ്രത്യേകമായിട്ടൊന്ന് രേഖപ്പെടുത്തി. ഇത് പോസ്റ്റൽ വോട്ടുകളുടെ വിവരം ആയതുകൊണ്ട് തന്നെ ഒരു അവ്യക്തമാണ് കാര്യങ്ങൾ. കാരണം ഇത്രയും വലിയ വ്യത്യാസം. അപ്പോൾ മുനിസിപ്പാലിറ്റികളിലും ബ്ലോക്കുകളിലും ഒക്കെ LDF മുന്നേറുന്നു, ഗ്രാമപഞ്ചായത്തിൽ UDF മുന്നേറുന്നു എന്നുള്ളത് അത് ആ നിലയ്ക്ക് എടുക്കാൻ പറ്റില്ല നമുക്ക്. ഈ സമയം പറയുന്നതെല്ലാം ആ ഒരു പരിമിതി ഉണ്ട്. ഹർഷൻ ഇപ്പൊ ചൂണ്ടിക്കാണിച്ച ആ ഒരു പരിമിതി ഉണ്ട്. ഷമീർ കൂടിയുണ്ട്, കൊല്ലത്ത് നിന്ന് ഷമീർ. ഇപ്പം ഈ കാണുന്ന പോലെ ഈ ഗ്രാമപഞ്ചായത്തിൽ 14, 6, 1 അതേപോലെ ഈ നമ്മുടെ കോർപ്പറേഷനിലേക്ക് വരുമ്പം 6, 4 ഈ രീതി തന്നെയാണോ മുന്നോട്ട് പോകുന്നത് കാര്യങ്ങൾ? ഈ കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ 7 LDFന്, UDFന് 4, NDAക്ക് 2 എന്നിങ്ങനെയാണ് ഇപ്പോൾ ലീഡ് നില വരുന്നത്. അത് ജില്ലാ പഞ്ചായത്തിലേക്ക് വരുമ്പോൾ LDFന് 6, UDFന് 4, NDA അവിടെ ലീഡ് ചെയ്യുന്നില്ല. അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വരുമ്പോൾ LDFന് 3, UDFന് 1. ഗ്രാമപഞ്ചായത്തിലേക്ക് വരുമ്പോൾ LDFന് 14, UDFന് 6, NDAക്ക് 1 എന്നിങ്ങനെയാണ് വരുന്നത്. മുനിസിപ്പാലിറ്റിയിൽ 3 ഇടങ്ങളിൽ LDF ലീഡ് ചെയ്യുന്നു, ഒരിടത്ത് UDF ലീഡ് ചെയ്യുന്നു. അതായത് LDFന് ആദ്യ ഫലസൂചനകൾ LDFന് അനുകൂലമാണ്. LDF ആണ് എല്ലായിടങ്ങളിലും ഇപ്പോൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊല്ലത്ത്. ശ്രദ്ധേയമായ ഒരു കാര്യം ഷമീർ, തിരിച്ചു വരാം. കളമശ്ശേരിയിൽ LDF ലീഡ് ചെയ്യുന്നു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ഇപ്പോൾ LDFനാണ് ആദ്യ ഫലസൂചനകൾ. LDF 5 ഇടത്തും UDF 2 ഇടത്തും ആണ് ലീഡ് ചെയ്യുന്നത്. മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയിൽ ആകെ വന്ന വിവരം UDF ഒരിടത്ത് ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ കോർപ്പറേഷനിലെ തൃശ്ശൂർ LDF 2, NDA 1, UDF 1 ലീഡ് ചെയ്യുന്നു. ലെവിൻ ഇട്ടിട്ടുണ്ട് കണ്ടോ. അതെ. LDF ആണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് എന്നാണ് നെടുമങ്ങാട് വർക്കല മുനിസിപ്പാലിറ്റികളിൽ. അതേസമയം തിരുവനന്തപുരത്തെ ഗ്രാമപഞ്ചായത്തുകളിൽ LDFും UDF ഒപ്പത്തിനൊപ്പമാണ്. 13-13 NDA ഒരു ഗ്രാമപഞ്ചായത്തിൽ ലീഡ് ചെയ്യുകയാണ്. പക്ഷേ തിരുവനന്തപുരത്തെ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഇതുവരെ പുറത്തു വരുന്നതനുസരിച്ച് LDF 3 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ലീഡ് ചെയ്യുകയാണ്. തിരുവനന്തപുരത്ത് തന്നെ നമ്മൾ EVM വോട്ടുകൾ എണ്ണുമ്പോൾ മുടവൻമുകൾ, എസ്റ്റേറ്റ്, നേമം, മേലാങ്കോട്, പൊന്നുമംഗലം എന്നീ വാർഡുകളിലെ വോട്ടുകൾ എണ്ണി തുടങ്ങിയിട്ടുണ്ടെന്നും കൂടി വരുന്നുണ്ട്. EVM വോട്ടുകൾ എണ്ണി തുടങ്ങിയിട്ടുള്ള കാര്യം കൂടി വരുന്നുണ്ട്. തിരുവനന്തപുരം നഗരസഭ നേരത്തെ EVM എണ്ണി തുടങ്ങിയിരുന്നു. നെടുമങ്ങാട്, വർക്കല നഗരസഭകളിൽ LDF ലീഡാണ്. തിരുവനന്തപുരത്ത് മുന്നേറ്റം തുടരുകയാണ് LDF. ഇപ്പോഴും തിരുവനന്തപുരത്ത് LDF ആണ് മുന്നോട്ട് നിൽക്കുന്നത്. തിരുവനന്തപുരം ഗ്രാമപഞ്ചായത്തുകൾ LDFും UDFും ഒപ്പത്തിനൊപ്പമാണ് ഹർഷ. തിരുവനന്തപുരത്ത് ഗ്രാമപഞ്ചായത്തുകളിൽ ഇപ്പോൾ പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ള വിവരം വരുന്നു. LDF 2 ഇടത്ത്, UDF 2 ഇടത്ത്, NDA 2 ഇടത്ത്, മറ്റുള്ളവർ 3 ഇടത്ത്. അതാണ് അവിടെ മറ്റുള്ളവരാണ് കൂടുതൽ ഇടത്ത് മുന്നേറുന്നത് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റി. നമുക്ക് കോട്ടയത്തെ കൂടി എന്ന് പറഞ്ഞു. കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ ഇഞ്ചോടിഞ്ചാണ്. LDF 7, UDF 6. UDF തിരിച്ചു പിടിക്കുമോ? നമ്മുടെ സ്ക്രീനിലെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് സ്ഥാനാർത്ഥികൾ ആരൊക്കെ പിന്നിൽ മുന്നിൽ എന്നൊക്കെ ഉണ്ട്. വൈഷ്ണവ് സുരേഷൊക്കെ മുന്നിട്ട് നിൽക്കുകയാണ് എന്നാണ്. തൃശ്ശൂർ നിന്ന് ലെവിൻ കെ വിജയൻ കൂടെ. ലെവിനെ, തൃശ്ശൂരിൽ നിന്ന് വരുന്ന ഫലസൂചനകളിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? സേതു, പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങി വോട്ടിംഗ് മെഷീനിലേക്ക് കടന്നിട്ടുണ്ട് വോട്ടെണ്ണൽ. ഇത് ആദ്യഘട്ട ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ തൃശ്ശൂർ കോർപ്പറേഷനിലെ 1 മുതൽ 14 വരെയുള്ള ഡിവിഷനുകളാണ് എണ്ണുന്നത്. ഈ ലഭ്യമായ സൂചനകൾ, ഏറ്റവും അവസാനത്തെ സൂചനകൾ പ്രകാരം 2 സീറ്റുകളിൽ LDF ലീഡ് ചെയ്യുന്നു, 1 സീറ്റിൽ NDAയും 1 സീറ്റിൽ UDFും എന്നുള്ള നിലയിലാണ് തൃശ്ശൂരിൽ നിന്നുള്ള ആദ്യ ഫലസൂചനകൾ ലഭിക്കുന്നത്. ഏതായാലും വോട്ടെണ്ണൽ അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ ആദ്യ റൗണ്ട് തന്നെ പൂർത്തിയാകും. അതിനോടൊപ്പം കൃത്യമായ വിവരങ്ങൾ, ഏറ്റവും ആധികാരികമായ വിവരങ്ങൾ നമുക്ക് നൽകാനാവും. നമ്മൾ കൗണ്ടിംഗ് സ്റ്റേഷന് തൊട്ട് മുൻപിൽ തന്നെയാണ് നിൽക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ലീഡ് നില എന്നുള്ള നിലയിൽ ഇപ്പോൾ 2 സീറ്റുകളിലായി, 2 ഡിവിഷനുകളിലായി LDF മുന്നിട്ട് നിൽക്കുന്നു. ആലപ്പുഴയിൽ കായംകുളം, ചേർത്തല നഗരസഭകളിൽ LDF ആണ് ലീഡ് ചെയ്യുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം, പന്തളത്ത് UDF ലീഡ് ചെയ്യുകയാണ്. പന്തളത്ത് UDF ലീഡ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ കോട്ടയത്ത് തന്നെ ജില്ലാ പഞ്ചായത്ത് LDF 7, UDF 6. അവിടെ LDF ആണ് മുന്നിട്ട് നിൽക്കുന്നത്. ജില്ലാ പഞ്ചായത്തിൽ LDF മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ള വിവരമുണ്ട്. അവിടെ അത് കേരള കോൺഗ്രസിന് വലിയ സ്വാധീനം. 2 വിജയം, 2 പേര് വിജയിച്ചു. അടൂർ നഗരസഭ 1-ാം വാർഡ് LDF സ്ഥാനാർത്ഥി ബിജു സാമുവേലാണ് ഈ തെരഞ്ഞെടുപ്പിൽ അടൂർ നഗരസഭ 1-ാം വാർഡ് LDF സ്ഥാനാർത്ഥി ബിജു സാമുവേൽ വിജയിച്ചു. ആദ്യ വിജയം 2 പേർക്കും ഓരോന്ന് വീതമുണ്ട്.